ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. നൈജീരിയയിലെ ISIS ഒളിത്താവളങ്ങളെ ക്രിസ്തുമസിന്റെ പിറ്റേ ദിവസം അമേരിക്ക ആക്രമിച്ചു. നീണ്ട മുന്നറിയിപ്പുകൾക്കൊടുവിലാണ് ഈ ആക്രമണം. ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ISIS ആക്രമിക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഭീകരന്മാർക്ക് പല പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏറ്റവും ഒടുവിൽ ക്രിസ്തുമസിന്റെ തലേ ദിവസം ആക്രമണം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. ക്രിസ്തുമസ് സമാനം എന്നാണ് 25-ന് നടത്തിയ ആക്രമണത്തെ പ്രസിഡന്റ് വിശേഷിപ്പിച്ചത്. നൈജീരിയയുമായി സഹകരിച്ചായിരുന്നു സൈനിക നടപടി. ക്രിസ്തുമസിനോടനുബന്ധിച്ച് സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോവുക ISIS ഒരു പതിവാക്കിയിരിക്കുകയാണ്. ഈ വർഷം ഇത് ആവർത്തിക്കും എന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ആക്രമണം നടത്താൻ പ്രസിഡന്റ് സൈനികർക്ക് അനുമതി നൽകിയത്. നൈജറുമായി അതിർത്തി പങ്കിടുന്ന സൊക്കോട്ട സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ISIS കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് ട്രംപിന്റെ അവകാശവാദം. പൂർവ്വ ചൈന കടലിനും ദക്ഷിണ ചൈന കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ് തായ്വാൻ അഥവാ റിപ്പബ്ലിക് ഓഫ് ചൈന എന്നറിയപ്പെടുന്നത്. ചൈനയിൽ വിപ്ലവം വിജയിച്ചതിനെ തുടർന്ന് ചിയാങ് കൈഷക് അഭയം തേടിയ ഫോർമോസോ ദ്വീപാണ് പിൽക്കാലത്ത് റിപ്പബ്ലിക് ഓഫ് ചൈനയായി മാറിയത്. ഈ പ്രദേശം ചൈന വൻകരയുടെ ഭാഗമാണ് എന്നാണ് ഷീ ജിൻപിങ്ങിന്റെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന അവകാശപ്പെടുന്നത്. ചിയാങ് കൈഷക്കിന്റെ കാലത്തോളം പഴക്കമുള്ളതാണ് അമേരിക്ക തൈവാൻ ബന്ധങ്ങൾ. അമേരിക്കൻ ജനപ്രതിനിധി സഭയുടെ സ്പീക്കർ 2022-ൽ തായ്വാൻ സന്ദർശിച്ചപ്പോൾ നടത്തിയ പ്രസംഗമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. തായ്വാനെ ചൈന ആക്രമിച്ചാൽ അമേരിക്ക സംരക്ഷിക്കും എന്നായിരുന്നു സ്പീക്കർ നാൻസി പെലോസിയുടെ പ്രഖ്യാപനം. ഇതേ തുടർന്നാണ് ഈ ദ്വീപിനു ചുറ്റും ചൈന പടയൊരുക്കം ആരംഭിച്ചത്. തായ്വാനു ചുറ്റും കര, കടൽ, വ്യോമ സൈനികരുടെ സംയുക്ത പരിശീലനം നടത്താനാണ് ഇപ്പോൾ ചൈന തീരുമാനിച്ചിരിക്കുന്നത്. ഇറാഖിന്റെ ഭരണാധികാരിയായിരുന്ന സദാം ഹുസൈനെ അമേരിക്ക തൂക്കിക്കൊന്നത് 2006 ഡിസംബർ 30-നാണ്. ഓരോ വർഷവും ഈ ദിനം കടന്നു പോകുമ്പോൾ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മയായി സദാം ഹുസൈൻ ലോകമനസാക്ഷിയെ വേട്ടയാടുന്നു. ഭീകര സംഹാരശേഷിയുള്ള ആയുധങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് സൈനികരെ ഇറാഖിലേക്ക് അയച്ചത്. ഇറാഖിന്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കിയെങ്കിലും ഒരായുധ കൂമ്പാരവും കണ്ടെത്താനായില്ല. ഒളിവിൽ പോയ സദാം ഹുസൈനെ സൈനികർ അറസ്റ്റ് ചെയ്തു. വിചാരണ എന്ന പ്രഹസനത്തിനു ശേഷം നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന വധശിക്ഷ നൽകുകയും ചെയ്തു. ഇറാഖിനെ പോലെ സമ്പന്നമായ ഒരു രാജ്യത്തെ തകർത്തു തരിപ്പണമാക്കിയതിനും സദാം ഹുസൈനെ പോലെ ശക്തനായ ഒരു ഭരണാധികാരിയെ വധിച്ചതിനും യാതൊരുവിധ വിശദീകരണവും ഇതുവരെ അമേരിക്ക നൽകിയിട്ടില്ല. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ തിരുത്താനോ പുതിയവ നിർമ്മിക്കാനോ മടിയില്ലാത്ത ഭരണകർത്താക്കൾ വാഴുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.
ഇപ്പോഴത്തെ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചത് 4 വർഷങ്ങൾക്ക് മുമ്പാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ഈ അടുത്ത കാലത്ത് നടത്തിയ ചർച്ചകളിലൂടെ പല പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ പ്രസിഡന്റ് മുമ്പോട്ട് വെച്ച 28 നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ ആരംഭിച്ചത്. ഉക്രൈനും യൂറോപ്യൻ യൂണിയനുമായി അമേരിക്ക നടത്തിയ ചർച്ചകളെ തുടർന്ന് ഈ നിർദ്ദേശങ്ങൾ 20 ചുരുക്കി. നിർദ്ദേശങ്ങളുമായി ട്രംപിന്റെ പ്രതിനിധികൾ മോസ്കോയിലെത്തി പുടിനുമായി ചർച്ച നടത്തി. ഇവർ മടങ്ങിയെത്തിയതിനു ശേഷം ഫ്ലോറിഡയിൽ വെച്ച് ട്രംപ് സെലൻസ്കിയുമായി നടത്തിയ ചർച്ചകൾ വലിയ വിജയമായിരുന്നു എന്നാണ് ട്രംപ് മാധ്യമങ്ങളെ അറിയിച്ചത്. പിറ്റേ ദിവസം പുടിന്റെ വാസസ്ഥലത്തിന് നേരെ ഉക്രൈൻ ആക്രമണം നടത്തിയെന്നും ഈ സാഹചര്യത്തിൽ വെടിനിർത്തലിനെ കുറിച്ച് പുനർചിന്തനം വേണ്ടിവരും എന്നാണ് റഷ്യ മാധ്യമങ്ങളെ അറിയിച്ചത്. ചർച്ചകൾ മുടക്കാനായി കെട്ടിച്ചമച്ച കഥയായിട്ടാണ് ഉക്രൈൻ ഇതിനെ കാണുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിച്ചു. ഹമാസ് ഇസ്രായേൽ ഉടമ്പടിയുടെ 2ാം ഘട്ടം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സന്ദർശനം. സൈനികരെ ഗാസയിൽ നിന്ന് പിൻവലിക്കുമെന്ന് ഇസ്രായേലും പാലസ്തീൻ അതോറിറ്റിക്ക് മുമ്പിൽ കീഴടങ്ങുമെന്ന് ഹമാസും സമ്മതിച്ചിട്ടുണ്ട്. ഒക്ടോബർ 10 കരാർ ഒപ്പിട്ടതിനു ശേഷം പല പ്രാവശ്യം ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തി. എന്നാൽ 1ാം ഘട്ടം പൂർണ്ണ വിജയമായിരുന്നു എന്നാണ് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ട്രംപും നെതന്യാഹുവും അവകാശപ്പെട്ടത്. ഈ കരാർ ഒപ്പിട്ടതിനു ശേഷം ലെബനോണും സിറിയയ്ക്കും നേരെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈ 2 ആക്രമണങ്ങളും അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ബെഞ്ചമിനെ ഉപദേശിച്ചു. എല്ലാ ഘട്ടത്തിലും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. ഭരണത്തിൽ ഏതു കക്ഷിയായാലും ഇസ്രായേലിനുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. അമേരിക്കയിൽ നിന്നും ചോളം നിറച്ച കപ്പലുകൾ ഉടൻ തന്നെ ഢാക്ക തുറമുഖത്ത് എത്തുമെന്ന് ബംഗ്ലാദേശിലെ അമേരിക്കൻ പ്രതിനിധി നൽകിയ അറിയിപ്പ് വലിയ വിവാദമായി. പന്നിയുടെ ചാണകമാണ് അമേരിക്കയിലെ ചോളകൃഷിക്കാർ പ്രധാന വളമായി ഉപയോഗിക്കുന്നത്. മുസ്ലിം രാഷ്ട്രമായ ബംഗ്ലാദേശിൽ പന്നി ഉൽപ്പന്നങ്ങൾ ഹറാമാണ്. പന്നിയുടെ ചാണകം നൽകി വളർത്തുന്ന ചോളം ഭക്ഷിക്കുന്നത് വിശ്വാസ ജീവിതത്തിന് ചേർന്ന നടപടിയല്ല എന്നാണ് പല പണ്ഡിതന്മാരും വാദിക്കുന്നത്. ഈ വർഷം അമേരിക്കയിൽ ചോള കർഷകർക്ക് നല്ല വിളവെടുപ്പ് ലഭിച്ചു. താരിഫ് ചർച്ചകളിലൂടെ ഇന്ത്യ വിപണി നഷ്ടമായി. ബംഗ്ലാദേശിലെ പലതരം ഭക്ഷണങ്ങളിലും ചോളം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചേരുവയാണ്. ബംഗ്ലാദേശിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആദ്യം നികുതി 37% വർദ്ധിപ്പിച്ചു എങ്കിലും പിന്നീട് അത് 20% കുറച്ചു. ബംഗ്ലാദേശ് ചോളം ബഹിഷ്കരിച്ചാൽ അമേരിക്കയുടെ നഷ്ടം വളരെ വലുതായിരിക്കും. അരാവല്ലി പർവ്വത നിരകളിൽ ഖനനം വർദ്ധിച്ചതിനെ തുടർന്നാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായത്. ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗുജറാത്തിൽ നിന്നും വടക്ക് കിഴക്കുള്ള ഡൽഹി വരെ നീണ്ടുകിടക്കുന്ന ഈ പർവ്വത നിരകളുടെ നീളം 650 കിലോമീറ്ററിൽ കൂടുതലാണ്. അപൂർവ ധാതുക്കളും ജൈവ വൈവിധ്യങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഈ മലനിരകൾ. ഗുജറാത്ത്, ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ വരുമാന സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആരാവല്ലി പർവ്വതം. ഖനനം മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ
ഒരു വിദഗ്ധ സമിതിയെ കോടതി നിയമിച്ചത് മെയ് മാസത്തിലാണ്. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നവംബറിൽ പുറപ്പെടുവിച്ച ഉത്തരവ് മരവിപ്പിക്കാൻ സുപ്രീം കോടതി സ്വമേധയാ തീരുമാനിച്ചു. ഈ ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഖനനത്തിനുള്ള അനുമതി നൽകുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്വന്തം ഉത്തരവ് പുതിയ ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ മരവിപ്പിക്കാൻ കോടതി തീരുമാനിച്ചത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത മഹ്സ അമിനി എന്ന പെൺകുട്ടി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് 2022 ഇറാനിൽ വലിയ കലാപമുണ്ടായി. ഏതാണ്ട് ഇതിന് സമാനമായ ജനകീയ സമരങ്ങളാണ് ഈ ആഴ്ചയിൽ ഇറാനിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഡോളറുമായുള്ള വിനിമയത്തിൽ ഇറാൻ നാണയമായ റിയാലിനുണ്ടായ മൂല്യത്തകർച്ചയാണ് ജനരോഷത്തിന്റെ അടിസ്ഥാന കാരണം. ഭീകരമായ നാണയപ്പെരുപ്പവും വിലക്കയറ്റവുമാണ് ഇറാൻ നേരിടുന്നത്. $100 മൂല്യം 1 ദശലക്ഷം റിയാലിലും കൂടുതലാണ്. വിലക്കയറ്റം 40% കൂടുതലാണ്. ഇസ്ലാമിക ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുള്ള ഡ്രസ് കോഡ് ലംഘിച്ച് സമരത്തിനായി തെരുവിലിറങ്ങുന്നവർക്കെതിരെ പഴയതുപോലെ കർശന നടപടികൾ സ്വീകരിക്കാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ല. ആറ്റം ബോംബ് നിർമ്മാണം തടയാനായി അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധമാണ് ഇറാനെ ഈ ദുരവസ്ഥയിൽ എത്തിച്ചത്. ആറ്റം ബോംബ് നിർമ്മാണവുമായി മുമ്പോട്ടു പോയാൽ ഇറാനെ തകർക്കും എന്നാണ് അമേരിക്കയുടെ ഭീഷണി. ലോകമഹായുദ്ധത്തിന് ശേഷം ഇത്രയധികം സംഘർഷങ്ങളും അസ്ഥിരതയും ഉണ്ടായ മറ്റൊരു വർഷമില്ല. 2022 ഫെബ്രുവരിയിൽ ഉക്രൈനെതിരെ റഷ്യ ആരംഭിച്ച യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. 2023 ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിനെ തുടർന്ന് ആരംഭിച്ച യുദ്ധം അവസാനിച്ചുവെങ്കിലും ഗാസ നിവാസികളുടെ ദുരിതം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ജീവകാരുണ്യ പ്രവർത്തകർ നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുമായി വരുന്ന വാഹനങ്ങൾ ഗാസയിൽ പ്രവേശിക്കാൻ ഇസ്രായേലിന്റെ സൈനികർ അനുവദിക്കുന്നില്ല. മയക്കുമരുന്ന് വേട്ടയുടെ പേരിൽ വെനിസ്വേലയ്ക്കെതിരെ അമേരിക്ക ആരംഭിച്ച സൈനിക നടപടികൾ ഇപ്പോഴും തുടരുന്നു. ചൈനയുടെ കര, കടൽ, വ്യോമസേനാ വിഭാഗങ്ങൾ പടയ്ക്കൊരുങ്ങി തായ്വാന് ചുറ്റും നിലയുറപ്പിച്ചിരിക്കുന്നു. തായ്ലാൻഡ്, കംബോഡിയ സംഘർഷങ്ങൾ അവസാനിച്ചു എങ്കിലും ഈ മേഖലയിൽ സമാധാനം ഇപ്പോഴും അകലെയാണ്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ആഭ്യന്തര സമരത്തിൻ്റെ ഭീഷണി നേരിടുകയാണ്. വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ നമുക്ക് ഇപ്പോഴും കഴിയുന്നില്ല. കാശ്മീർ സന്ദർശനത്തിന്റെ ഭാഗമായി പഹൽഗാമിലെത്തിയ ഭാരതീയരായ 25 വിനോദസഞ്ചാരികളെയാണ് പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞുകയറിയ മുസ്ലിം തീവ്രവാദികൾ വെടിവെച്ചു കൊന്നത്. ഈ ഭീകരാക്രമണത്തിൽ ഭരണകൂടത്തിന്റെ പങ്ക് വ്യക്തമായതിനെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഈ നടപടി ഒരു യുദ്ധമായി മാറാതിരുന്നത് തൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന് പല വേദികളിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപനം പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും തീരുമാനമാണെന്നും മൂന്നാമതൊരു രാജ്യത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും പല പ്രാവശ്യം ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഒഴിവാക്കിയത് എന്നാണ് ചൈനയുടെ വിദേശകാര്യമന്ത്രി ഈ ആഴ്ചയിൽ അവകാശപ്പെട്ടത്. വൻ ശക്തികളായ ചൈനയും അമേരിക്കയും വിചാരിച്ചാൽ പല യുദ്ധങ്ങളും ഒഴിവാക്കാനും ലോകത്ത് സമാധാനം സ്ഥാപിക്കാനും കഴിയും. എന്നാൽ സമാധാനം സ്ഥാപിക്കാനല്ല, സഖ്യകക്ഷികളെ സംരക്ഷിക്കാനാണ് ഇവർ പലപ്പോഴും ഇടപെടുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം.
തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.